ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തന്നെ ഒരു പഴയകാല ഒരു ലെജൻഡ് സ്റ്റോറി തന്നെയാണ്. അതിന് മുമ്പ് മഴയൊക്കെ എങ്ങനെ പോകുന്നു, മഴയൊക്കെ തകൃതിയായി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ മഴയത്തൊക്കെ നമ്മൾ ഫിലിം കാണാൻ പോകുമ്പോൾ തീർച്ചയായും നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ വൻ സങ്കടം തന്നെയായിരിക്കും. അത് നിലനിൽക്കുന്ന നിരാശയുടെ കേസ് എന്നല്ല ഞാൻ പൊതുവേ പറഞ്ഞത് മാത്രം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മൂവിയാണ് കരാട്ടെ കിഡ്സ് ലെജൻഡ്സ് എന്ന് പറയുന്നതാണ്. ഇത് യൂണിവേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പഴയൊരു ചാർട്ടിൽ വരുന്ന ചിത്രം തന്നെയാണ്. നമ്മുടെ ജാക്കി ചാനാണ് പ്രധാനപ്പെട്ട കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ബാക്കിയുള്ള താരങ്ങളുടെ പേരൊന്നും അറിയുന്നില്ല. ഞാൻ കൂടുതലായിട്ട് ജാക്കി ചാൻ ഫിലിംസൊന്നും അധികം കാണാത്തൊരു വ്യക്തിയാണ്. അതായത് ഈ കൊറിയൻ ചൈനീസ് ഫിലിമൊക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടപ്പോൾ എന്താ പറയുക, ലെജൻഡ്, അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് നമ്മൾ ആരാധിച്ചിരുന്നു അല്ലെങ്കിൽ കരാട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ ജാക്കി ചാൻ തന്നെയായിരിക്കും. കാരണം അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഓരോ ഫിലിംസിൽ അഭിനയിച്ചിട്ട് നമ്മളത് കാണുന്നുണ്ട്. ഒരുപാട് ഡെവലപ്മെൻ്റ് എല്ലാം നമുക്ക് കാണാം. ഒരു കരാട്ടയിൽ അല്ലെങ്കിൽ അഭിനയത്തിനപ്പുറത്തൊരു ലെജൻഡ് എന്ന് പൂർണ്ണമായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജാക്കി ചാൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഇതിൽ പ്രധാനപ്പെട്ട കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പടത്തിൻ്റെ ഡ്യൂറേഷനെ കുറിച്ച് നമുക്ക് തന്നെ ഏറ്റവും ആദ്യം തന്നെ പരിചയപ്പെടുത്താം. ഏകദേശം 1.5 മണിക്കൂറിന് താഴെ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. നല്ല പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ ഈ കരാട്ടെ കിഡ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു യൂണിവേഴ്സ് ടൈപ്പാണ് പടം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിന് തന്നെ ഒരുപാട് യൂണിവേഴ്സായിട്ട് വന്നിട്ടുണ്ട്. 2010 തോന്നുന്നു ഇത് അവസാനമായിട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം 17-18 ഇത് കോബ്രോ എന്നൊക്കെ വേണ്ട സംഭവങ്ങളൊക്കെ TV സീരീസായി വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അറിയാം, യൂണിവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, പ്രധാനപ്പെട്ടുള്ള ഒരു കാസ്റ്റിംഗായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി നമുക്ക് നോക്കാം. സ്റ്റോറി ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഒരു ചൈനയിലാണ് ഫസ്റ്റായിട്ട് സ്റ്റോറി കാണിച്ചിട്ടുള്ളത്. പിന്നീട് UAE വരുന്നുണ്ട്. അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ചൈന എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ കഥാനായകനായിട്ട് വരുന്നുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവൻ്റെ അമ്മ ഒരു നഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫാമിലിയായി സന്തോഷമായി മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജാക്കി ചാൻ്റെ ഇൻട്രോയോട് കൂടി തന്നെയാണ് പടം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ ഇങ്ങനെ ട്രെയിനിങ് തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ശരിക്കും ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്ന ആ കഥാപാത്രം തന്നെയാണ്. അല്ലെങ്കിൽ ചില പടത്തിലെ പോലെ തന്നെ ഈ കളവന്മാരെ അല്ലെങ്കിൽ കുറച്ച് ആളെ പിടിച്ച് ചെറുപ്പക്കാരനാക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കൊണ്ട് പറയിപ്പിക്കുക. എന്തൊരു ഭംഗിയാണ് എൻ്റെ ഏട്ടനെ, എന്തൊരു ഗ്ലാമറ എന്ന് പറയുന്ന പരിപാടി കാര്യങ്ങളൊന്നും ഈ പടത്തിലില്ല. എങ്ങനെയാണ് ആ പടത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കഥാപാത്രം എങ്ങനെയാണ് ഇപ്പോൾ ശരിക്കുള്ളത് അതേപോലെ തന്നെയാണ് കാണിച്ചത്. എസ്പെഷ്യലി ആ നടത്തം പോലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയുടെ ആ രീതിയിൽ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ ബോഡി സ്ലാങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നാം അറിയാലോ, ഏജായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്കിൽസും കാര്യങ്ങളൊക്കെ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, കിടു. കാരണം ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓർക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൈയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറി പറയുന്നു, ഈ ചെറുപ്പക്കാരൻ ചൈനയിൽ ജീവിക്കുന്ന നേരെ UAE വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി വരികയാണ്. അമ്മയ്ക്ക് ട്രാൻസ്ഫർ ജോലിക്കും അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ സിനിമ നമ്മൾക്ക് പാറ്റേൺ കാണാൻ പോലെ തന്നെ പുറത്തുള്ള നാട്ടിലൊക്കെ പരിചയപ്പെടുന്നു. അങ്ങനെ ഇരിക്കെ ഒരു കഫേ കയറുന്നു, പിസ്സ ഹണ്ടിൽ കയറുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ കഥാനായിക ഒരു നായികയായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ കോളേജിൽ ചേരുമ്പോൾ പണ്ടത്തെ സ്ഥിരം പൂവാലൻ അല്ലെങ്കിൽ സ്ഥിരം സൈക്കോപാത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വില്ലൻ കടന്നു വരുന്നുണ്ട്, ഒരു കുട്ടി വില്ലൻ. അതാണ് കിഡ്സ്, പ്രധാനമായിട്ടും കരാട്ടെ കിഡ്സ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവനെ തല്ലണം, അവൻ്റെ ഒരുപാട് തല്ല് നമ്മുടെ കഥാനായകന് കിട്ടുന്നുണ്ട്. അവൻ നേരെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ കഥാനായകൻ്റെ അച്ഛൻ ഒരു പണ്ടത്തെ ഒരു ഗുസ്തിക്കാരനായിരുന്നു. അപ്പോൾ ഒരുപാട് ടാർജുകളുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. മുത്തച്ഛനാണ് നമ്മുടെ ജാക്കി ചാൻ വന്നിട്ടുള്ളത്. അതിൻ്റെക്ക് ഇങ്ങനെ തലയാണെന്ന് പറയുന്നു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മുത്തച്ഛൻ മാവിളി കേട്ട് നേരെ അവിടോട്ട് എത്തുന്നു. പിന്നെ ട്രെയിനിങ് കൊടുക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു, ശുഭം. ഇത്രയൊക്കെയാണ് കരാട്ടെ കിഡ്സിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഫിലിം തന്നെയാണ്. ഇപ്പോൾ തമിഴ് പടമാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷ് പല പടത്തിൽ നോക്കിക്കഴിഞ്ഞാലും റിവെഞ്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളൂ. ഈ ചെറിയ പിള്ളേരെ എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വേറെ സ്റ്റോറിയോ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല. കാരണം വേറെ ഒന്നുമില്ല. കാരണം എന്താണ്, പഴയൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും നായകൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന്. അപ്പോൾ തീർച്ചയായിട്ടും എംകുവരം സൺ ഓഫ് മഹാലക്ഷ്മി ആണെങ്കിൽ എടുത്ത് നോക്കിയാലും മതി. അപ്പോൾ ഒരിക്കൽ കാരണവശാലും ബോക്സിങ്ങിൽ ഇറങ്ങാൻ പാടില്ലെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. പക്ഷെ എന്തോ യാദൃശ്യമായിട്ട് അവൻ അതിലോട്ട് തന്നെ എത്തിപ്പെടുന്നു. പിന്നീട് ജയിക്കുമോ ഇല്ലയോ ഒക്കെയാണ് കരാട്ടെ കിഡ്സ് ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം കരാട്ടെ കിഡ്സിൻ്റെ കൂടെ കരാട്ടയുടെ കൂടെ കിഡ്സ് ഉണ്ട്, അതുപോലെ ലെജൻഡും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷ ഉണ്ടാകുന്നില്ല, BGM. കാരണം അവിടുത്തെ പിള്ളേർക്ക് പണി അറിയാവുന്ന ടീം തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം വേറെ ഒന്നുമല്ല. ഇതിൻ്റെ ക്ലൈമാക്സിലെടുക്കുമ്പോഴുള്ള ഒരു സീൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എനിക്ക് തോന്നും ഒരു കോളേജ് ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ട് ഒരു ബാറല്ല, ഒരു ഔട്ട്സൈഡായിട്ട് ഫൈറ്റ് സീൻ വരുന്നുണ്ട്. ആ സംഭവം കിടുകണ ആ സമയത്ത് കൊടുത്തുള്ള ബാഡ് സ്കോറും നമ്മുടെ നായകനായിട്ട് വന്നിട്ടുള്ള ചെറുപ്പക്കാരൻ പയ്യൻ സെറ്റാണ്.
എല്ലാവരും ഓക്കെ ലെവൽ തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് എന്താ പറയുക, മലയാള ഫിലിമിൽ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് റെഡി ആയില്ല, മറ്റു റെഡി ആയിട്ടില്ലെന്നും പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആവില്ല. അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പോൾ കരാട്ടെ കിഡ്സ് ലെജൻസിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയുമ്പോൾ എന്താ പറയുക, സ്ഥിരമായി നമ്മൾ കണ്ട് വളർന്നിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ പോലും എന്താ പറയുക, ഒരു ഓക്കെ ലെവൽ കിട്ടുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, സമയമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ടിയുടെ എക്സ്പീരിയൻസ് മസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പുതിയൊരു അനുഭവം ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാനും പറ്റി. അപ്പോൾ എന്തായാലും കരാട്ടെ കിഡ്സ് തൊട്ടടുത്ത തിയേറ്ററിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഒരു പടം